ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു കിഡിലൻ പ്രീസെറ്റ് പാക്കാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ട്രാൻസാക്ഷൻസ് ഉണ്ട്, ആനിമേഷൻ എഫക്ട്സ് ഉണ്ട്, കളർ പ്രീസെറ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു വലിയൊരു പാക്കേജാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ഇത് പാക്ക് ക്രാക്ക് ചെയ്തെടുക്കാം, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് ആപ്പിന്റെ പേര് എന്ന് തന്നെ പറയുന്നത് സ്റ്റുഡിയോ ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ചിലവർക്കെല്ലാം ഓൾറെഡി അറിയാവുന്നതായിരിക്കും. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് മെയിൽ അഡ്രസ് വെച്ച് രജിസ്റ്റർ ചെയ്യാം. പിന്നെ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടും, മാക് പ്ലാറ്റ്ഫോമിന് കിട്ടും. അപ്പോൾ നമുക്ക് സാധാരണ പോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങളിത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് താഴേക്ക് നോക്കി സ്റ്റുഡിയോ ആപ്പിനകത്ത് നമുക്ക് പ്രീമിയറിനുള്ള പ്ലഗിൻസും കിട്ടും, ആഫ്റ്റർ എഫക്ട്സിനുള്ള പ്ലഗിൻസും കിട്ടും. അതിനകത്ത് ട്രാൻസിഷൻസ് ഉണ്ട്, ഗ്രാഫിക്സ് ആൻഡ് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻസ് ഉണ്ട്, ടെക്സ്റ്റ് പ്രീസെറ്റ് ഉണ്ട്, സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിനും പ്രീമിയറിനും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾറെഡി തന്നെ ന്യൂ ഇയർ പാക്കേജ് ആയിട്ട് നമുക്കൊരു 50% ഓഫ് ഉണ്ട്. അപ്പം അതിൻ്റെ പ്രൊമോ കോഡ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുകൊണ്ടോ 50% ഓഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് ഈ സ്റ്റുഡിയോ ആപ്പിന് ശരിക്കും ഞാൻ പേയ്മെന്റ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. മന്ത്ലി ആണെങ്കിൽ 1451, ആനുവലി 8704 രൂപയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം നമുക്കിത് പ്രീമിയറിലേക്ക് പോകാം അല്ലേ. പ്രീമിയറിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ വിൻഡോയിൽ പോയിട്ട് എക്സ്റ്റൻഷനിൽ ഇതുണ്ടോ പ്രീമിയർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു വിൻഡോ തെളിഞ്ഞു വരും. വിൻഡോ തെളിഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് ഡെമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൂൾസ് അല്ല, നമുക്ക് ഡെമോ എന്നൊരു സെക്ഷൻ ഉണ്ട്. അന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ട ഇവിടെ ഡെമോ ട്രാൻസാക്ഷൻസ് ഇഷ്ടംമാതിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രീ ആണ്. നമുക്ക് തൊട്ട് താഴെ ഡെമോ ഗ്രാഫിക്സ് ആൻഡ് എഫക്ട്സ് എന്നൊരു സെക്ഷൻസ്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് ആൻഡ് എഫക്ട്സ് എന്ന സെക്ഷൻ നമുക്ക് ഇഷ്ടംമാതിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡെമോ ടെക്സ്റ്റ്, ആനിമേഷൻ പ്രീസെറ്റ്, പിന്നെ കളർ പ്രീസെറ്റ്, ഡെമോ സൗണ്ട്സ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ ഒരു ക്ലിപ്പുകൾ ചെയ്തെടുക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സ്റ്റുഡിയോ പാക്കാണ്. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഡെമോ കളർ പ്രീസെറ്റ് എടുക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ പ്രീസെറ്റ് ഞാനൊന്ന് ഇടുവാണ്. അപ്പോൾ ഇതൊരു ഒരു കൂള് പോലത്തെ ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ് ആയിട്ട് കളർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുത്താൽ മതി. ഓക്കെ, ഓൾറെഡി തന്നെ നോക്കി ഇതിൻ്റെ മുകളിലേക്ക് ആ കളർ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് പ്രിവ്യൂ ഡിസേബിൾ കാണാം അല്ലേ. ഓക്കെ, ഒരു മിൽക്കി പോലത്തെ ഒരു ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓൾറെഡി പ്രീസെറ്റിന്റെ വരുന്നത്. ഇനി നമുക്ക് ഡെമോ ടെക്സ്റ്റ് പ്രീസെറ്റ് നോക്കാം കേട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഞാൻ അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു പ്രീസെറ്റ് എടുത്ത് ഒരു ടെക്സ്റ്റ് പ്രീസെറ്റ് എടുത്തിട്ട് ജസ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, ലോഡ് എടുക്കുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫുള്ളൊന്ന് 1/2 പ്ലേ ചെയ്ത് നോക്കാം. ഒന്ന് റെൻഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ റെൻഡർ ചെയ്യാൻ വേണ്ടി ഒന്ന് എൻ്റർ കൊടുക്കുക, കാരണം എൻ്റെ സിസ്റ്റം ലോഡ് വലിയുന്നില്ല. അപ്പം നിങ്ങൾക്കും ലോഡ് വലിയാത്തയാണെങ്കിൽ ഞങ്ങളൊന്ന് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. ഞാൻ ഓൾറെഡി ഇവിടെ റെൻഡർ ആയിട്ടുണ്ട് കണ്ടോ. ആ ആനിമേഷൻ കറക്റ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതെങ്ങനെ ടെക്സ്റ്റ് പ്രീസെറ്റ് നിങ്ങൾ ടെക്സ്റ്റ് നമുക്ക് റീഎഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി തന്നെ എസെൻഷ്യൽ ഗ്രാഫിക്സ് ഓപ്പൺ ആവും. നിങ്ങൾക്ക് ഇവിടെ എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഞാൻ ഡി 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 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിവിടെ ഓൾറെഡി കാണിച്ചു. അപ്പം അടുത്തെന്ന് വെച്ചാൽ ഇപ്പം രണ്ട് കാര്യം ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഗ്രാഫിക്സിന് നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ പല സ്റ്റൈലുണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഓൾറെഡി ഒരു ലോഗോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ലോഗോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. എനിക്ക് ലോഗോയും ഓൾറെഡി തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഡെമോ ട്രാൻസിഷൻ പാക്കാണ്. ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ രണ്ട് ക്ലിപ്പിൻ്റെ സെൻട്രൽ ആയതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചു. എന്നിട്ട് ഞാൻ ഈ ഒരു ട്രാൻസാക്ഷൻ ഒരു ബൗൺസ് ഔട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു, ആഡ് കൊടുത്തു. ഓക്കെ, ഇവിടെ ഓൾറെഡി തന്നെ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എനിക്ക് സെറ്റപ്പ് ആയിട്ട് നമ്മുടെ ആ ട്രാൻസാക്ഷൻ പാക്ക് നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് വീഡിയോസിന് നമുക്ക് എഫക്ട്സോ ഇവിടുന്ന് ട്രാൻസാക്ഷൻ പാക്കോ സൗണ്ട് എഫക്ട്സോ കൊടുത്ത് നമുക്ക് വിഷ്വലിനെ അടിപൊളിയാക്കാം ഈ ചെറിയൊരു പാക്കേജ് കൊണ്ട്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൊണ്ട് പ്രസ്. ഓക്കെ, താങ്ക്സ്.